ദൈവത്തിന്റെ വഴി വിശദീകരിക്കണം. അദ്ദേഹത്തിന്റെ വഴി ഏതാണ്, എന്നിട്ട് അദ്ദേഹം ഏതൊരു പാതയിലാണ്. അമ്പിയാക്കൾക്ക് നേരിടേണ്ടി വന്ന ആരോപണങ്ങൾ, അപവാദങ്ങൾ ഒക്കെ ഇദ്ദേഹത്തിനും വരും എന്ന് പറഞ്ഞിട്ട് ഇദ്ദേഹം എന്തൊക്കെ നെറികേട് ചെയ്യുന്നുണ്ടോ അതൊക്കെ അമ്പിയായിനും കൂടി ഷെയറുള്ള ഒന്നായിട്ട് അവതരിപ്പിക്കാൻ സിറാജ് പത്രം ഇപ്പോൾ പാടുപെടുകയാണ്. എന്നിട്ട് അമ്പിയായിന്റെ മർത്തബയിലേക്ക്, ഔലിയായിന്റെ മർത്തബയിലേക്ക് ആ വിധത്തിൽ പാവപ്പെട്ട ജനങ്ങളെ വഞ്ചിക്കുന്നതിനുള്ള ഒരു വലിയ ശ്രമമാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു വിഷയം ചർച്ച ചെയ്യുമ്പോൾ തന്നെ നിഷ്പക്ഷമായി വിലയിരുത്തുമ്പോൾ, നമ്മളിപ്പോൾ ചോദ്യം ചോദിച്ചാൽ അവരുടെ കയ്യിൽ ഉത്തരം ഉണ്ടോ ഇല്ല എന്നുള്ളത് ആ മറുപടി കേൾക്കുമ്പോൾ തിരിയുമല്ലോ. എത്രത്തോളം നേതാക്കന്മാരാകുന്ന ആളുകൾ എന്തുകൊണ്ട് ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നില്ല എന്നുള്ള ചോദ്യത്തിന് മറുപടി ഒരു തക്ബീർ ചൊല്ലിപ്പിക്കാൻ വേണ്ടി നിങ്ങളെ കൂട്ടത്തിലെ ഏത് നേതാക്കൾക്കും മറുപടി പറയാൻ ഞങ്ങളെ ഈ ചെറിയ കുട്ടികൾ മതി, വേറെ ആരും വേണ്ട എന്നുള്ളതാണ്. അതാണ് മറുപടി. അതേസമയത്ത് എന്തുകൊണ്ട് ഖലീൽ തങ്ങൾ വരുന്നില്ല എന്നവർക്ക് പറയാൻ കഴിയുന്നില്ല. വന്നാൽ എന്തുകൊണ്ട് ഈ വിഷയം പറയുന്നില്ല എന്നുള്ളത് അവർക്ക് ഊഹിക്കാനും കഴിയുന്നില്ല. ആ ഒരു അവസ്ഥയിൽ അവർ എത്തി. നേതാക്കൾ മുഴുവനും അങ്ങനെയാണ്. അതുകൊണ്ട് ഈ ഒരു അവസ്ഥയിൽ കഴിഞ്ഞ സമ്മേളനം പോലെ ഈ ഒരു സമ്മേളനത്തെയും വീക്ഷിക്കാൻ നിങ്ങൾ ഉണ്ടല്ലോ. സമസ്തയുടെ പ്രവർത്തകന്മാരെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ പ്രയാസപ്പെട്ട് ഈ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ഒരു സമ്മേളനം നടത്തിയിട്ട് ഒരു സത്യം ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം അവരൊക്കെ ജീവിക്കുന്നത് പാണക്കാട് കുടുംബത്തിന്റെ പരിശുദ്ധ കാലിന്റെ ചുവട്ടിലാണ്. ആ ഒരു അവസ്ഥയിലുള്ള ഈ പ്രിയപ്പെട്ട പ്രവർത്തകന്മാരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി മാത്രമാണ് ഞങ്ങൾ ഈ സമ്മേളനം നടത്തിയത് എന്ന് ആരും വിചാരിക്കരുത്. ഇത് നിഷ്പക്ഷമതികളാകുന്ന ജനങ്ങൾക്ക് AP വിഭാഗത്തിലും നല്ലവരുണ്ടല്ലോ, AP വിഭാഗത്തിലും നല്ലവരെന്ന് പറയുന്നവരുണ്ടല്ലോ, അറിയാതെ പെട്ടുപോയവരുണ്ടല്ലോ, അവർക്ക് ബോധ്യപ്പെടാൻ തന്നെയാണ് ഞങ്ങൾ ഈ കാര്യങ്ങൾ പറയുന്നത്. ഒന്ന്, നിങ്ങൾ നിഷ്പക്ഷമായി വിലയിരുത്താൻ വേണ്ടി ആദ്യമായി ഞങ്ങൾക്ക് ഇവിടെ പറയാനുള്ളത്, ഒരു വിഷയത്തെ എങ്ങനെയാണ് ഇവിടെ ന്യായീകരിക്കേണ്ടത്, ഒരു വിഷയത്തെ എങ്ങനെയാണ് ഇവിടെ സ്വീകരിക്കേണ്ടത്. അവിടെയാണ് നമ്മുടെ വാദം നിൽക്കേണ്ടത്. അള്ളാഹു ഉണ്ട് എന്നുള്ള കാര്യം ശരിയാണ്. അത് വിചാരിച്ച് എല്ലാവരും ഞാൻ അള്ളാഹുവാണ് എന്ന് പറഞ്ഞാൽ അതൊക്കെ അംഗീകരിക്കണം എന്നല്ല പറഞ്ഞതിനർത്ഥം. അള്ളാഹു ഉണ്ട് എന്ന് പറഞ്ഞാൽ ആ അള്ളാഹുവിന് ഇവിടെ സുന്നി വിദ്യാഭ്യാസമുള്ള അച്ചടപ്പഴകളുടെ പുസ്തകത്തെ പറ്റിയല്ല പറയുന്നത്. ശരിയായ ഗ്രന്ഥങ്ങളിലൊക്കെ അള്ളാഹുവിന്റെ സിഫാത്തുകളുണ്ട്. ആ സിഫാത്തുകൾ ഒക്കെ ഇവിടെ യോജിച്ച് വരുന്ന ഒരുത്തനെ മാത്രമേ അള്ളാഹു എന്ന് നമുക്ക് പറയാൻ പറ്റൂ. അള്ളാഹുവിനെ കുറിച്ച് ഇങ്ങനെ പറയുമ്പോൾ ഏത് സമയത്തും മൈക്ക് ഓൺ ചെയ്താൽ അള്ളാഹു അക്ബർ, മൈക്ക് ഓഫ് ചെയ്താൽ പിന്നെയും അള്ളാഹു അക്ബർ, ഏത് സമയത്തും അള്ളാഹു അക്ബർ. ഇങ്ങനെ പറയുമ്പോൾ ചിലപ്പോൾ ചില ആളുകൾ ചോദിച്ചു പോയി, ഈ പറയുന്ന അള്ളാഹു ഇരുമ്പാണോ അതോ ചെമ്പാണോ അതോ സ്വർണമാണോ വെള്ളിയാണോ? ചോദിച്ച ആളുകൾ ഏതായിരുന്നു? ബിംബങ്ങളെ ആരാധിക്കുന്നവർ, ചെമ്പ് കൊണ്ടുണ്ടാക്കിയ ബിംബങ്ങളെ, സ്വർണം കൊണ്ടുണ്ടാക്കിയ ബിംബങ്ങളെ, മരം കൊണ്ടുണ്ടാക്കിയ ബിംബങ്ങളെ, കല്ല് കൊണ്ടുണ്ടാക്കിയ ബിംബങ്ങളെ ആരാധിക്കുന്ന ആളുകൾ. അഷ്റഫുൽ ഖൽഖ് ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, ഈ പറയുന്ന റബ്ബ് ഏതാണ്? അപ്പോൾ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മറുപടി നൽകി, ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സ്വമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. അതിന് വിശദീകരിക്കേണ്ട കാര്യമല്ല, അറിയാമല്ലോ. ഇവിടുന്ന് തുടങ്ങട്ടെ ഏതൊരു കാര്യവും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മുടി ഉണ്ട്, അത് ചരിത്രം രേഖപ്പെടുത്തിയതാ. ആ മുടിക്ക് ശറഫുണ്ട് എന്നുള്ളത് മുഅ്മിനീങ്ങൾ അംഗീകരിക്കുന്നതാ. അത് വിചാരിച്ച് കാണുന്ന മുടിയൊക്കെ നബി തങ്ങളെ മുടിയാണ്? അല്ലെങ്കിൽ അത് മുഴുവനും ഇവിടെ ആര് പറഞ്ഞാലും തെളിവില്ലാതെ, സനദില്ലാതെ, രേഖയില്ലാതെ, ആധികാരികമായി തെളിയിക്കപ്പെടാതെ എല്ലാവരും അംഗീകരിക്കണം എന്നോ? എന്തിനാണ് ഈ സനദ് ചോദിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ഒരു പുതിയ വാദത്തിലേക്ക് ഈ സമൂഹത്തെ കൊണ്ടുപോകുന്നുണ്ട്. സുന്നത്ത് ജമാഅത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളത് മഹാരഥന്മാരാകുന്ന ഉലമാഇന്റെ സംസാരത്തിന്റെ, പ്രഭാഷണത്തിന്റെ ഒരു ശൈലിയിൽ നിന്ന് മനസ്സിലാക്കിയിരുന്ന ഉമ്മത്ത്, ആ ഉമ്മത്ത് അനുസരണ ബോധമുള്ള ഉമ്മത്തായിരുന്നെങ്കിൽ അവർക്ക് മുമ്പിൽ കീറി മുറിച്ച ചർച്ചകളും ആവശ്യമില്ലാത്ത വിചാരണകളും ആവശ്യമില്ലാത്ത വാദപ്രതിവാദങ്ങളുമായി വരുമ്പോൾ എന്താണ് സുന്നത്ത് ജമാഅത്ത് എന്ന് പോലും തിരിച്ചറിയാൻ പറ്റാത്ത ഒരു അവസ്ഥയിൽ ഉണ്ടെങ്കിൽ ആരാണ് ഇതിന് ഉത്തരവാദി? ആരാണ് ഇതിന് ഉത്തരവാദി? പറയണം മറുപടി. മഹാനാകുന്ന ശംസുൽ ഉലമായി റളിയല്ലാഹു തആല അൻഹുവിനോട് ചോദിച്ചല്ലോ, ഖുതുബിയ്യത്ത് ഓതാൻ പറ്റുമോ എന്ന്. എന്തായിരുന്നു ശംസുൽ ഉലമായി റളിയല്ലാഹു അൻഹുവിന്റെ മറുപടി? പറ്റും എന്നാണ്.
എന്താണ് തെളിവ് എന്ന് രണ്ടാമത്തെ ചോദ്യം ചോദിച്ചപ്പോൾ ശംസുൽ ഉലമാ റളിയല്ലാഹു അൻഹു പറഞ്ഞ മറുപടി ഈമാനുള്ള ആളുകൾക്ക് പിന്നെ സമ്മതിക്കാൻ പ്രയാസപ്പെടേണ്ടി വരില്ല. അത്രയും കൃത്യമായ മറുപടി. എന്താണ് തെളിവ്? മഹാനാകുന്ന ശൈഖുന പറഞ്ഞു, സ്വദഖത്തുല്ലാഹിൽ കാഹിരി തങ്ങളാണ് അതുണ്ടാക്കിയത്, അത് തന്നെയാണ് തെളിവ്. അവിടെയാണ് മുഅ്മിനീങ്ങൾ നിൽക്കേണ്ടത്. ആ സത്യസന്ധതയിലാണ് മുഅ്മിനീങ്ങൾ നിൽക്കേണ്ടത്. എടവണ്ണ അലവി മൗലവി കണ്ണിയത്ത് ഉസ്താദ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, നിങ്ങൾ പറയുന്നതല്ലോ ആദം അലൈഹിസ്സലാം ബഹുമാനപ്പെട്ട മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് തവസ്സുലാക്കിയെന്ന്. ആദ്യം വന്ന ആദം അലൈഹിസ്സലാത്തു വസ്സലാം, അവസാനം വന്ന മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇങ്ങോട്ട് തവസ്സുലാക്കി എന്ന് പറയുന്നതല്ലോ, എന്താണ് തെളിവ്? കണ്ണിയത്ത് ഉസ്താദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, വതവസ്സല ബിഹി ആദം മങ്കൂസ് മൗലിദിലുണ്ടല്ലോ, അതാണ് തെളിവ്. അവിടെ തന്നെയാ മുഅ്മിനീങ്ങൾ നിൽക്കേണ്ടത്. പിന്നെ അതിനപ്പുറത്തേക്ക് പോകുന്ന ഒരു പാരമ്പര്യം ഇല്ലാതിരിക്കുമ്പോ ഇവിടെ ആരാ പിന്നെ ചർച്ചകൾ ഇവിടെ കൊണ്ടുവന്നത്? കേരളക്കരയിൽ ഇസ്ലാം AP അല്ലല്ലോ കൊണ്ടുവന്നത്. അല്ലാഹുവിന്റെ പരിശുദ്ധ ഹബീബിന്റെ കാലഘട്ടത്തിലെ ഇല്ലേ? അവിടെ നിങ്ങോട്ട് പരിക്കട്ടെ മഹാരഥന്മാരാകുന്ന മശായിഖുമാർ ആ കാലം മുതൽ ഈ കാലം വരെ അല്ലാഹുവിന്റെ ദീനിന് ഒരു വള്ളിക്ക് പുള്ളിക്ക് മാറ്റമില്ലാതെ ഹക്കായ രൂപത്തിൽ അത് 100% ആഖിർ സമാനിലെ ഇത്രയും നടക്കൂ എന്ന് പറയുന്ന ഒരു അഡ്ജസ്റ്റ്മെന്റ് ഒന്നും വേണ്ട. വളരെ കൃത്യമായ വറഇന്റെ അഹിലുകാരായി ജീവിക്കാൻ പറ്റുന്ന സ്വാലിഹീങ്ങളെ കൊണ്ട് തന്നെ അല്ലാഹു ദീൻ നിലനിർത്തുന്നുണ്ട്. അത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. ചോദിക്കട്ടെ, ഈ ഒരു മുടിയും ചർച്ചയും പള്ളിയും സനതുമൊക്കെ ഈ കേരളത്തിലേക്ക് വന്നു ചാടുന്നതിന് മുമ്പ് അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഷഹർ മുബാറക്കിന് മഹത്തല്ലായിരുന്നു. മാലിക് ദീനാർ റളിയല്ലാഹു തആല അൻഹു ഈ മാറ്റം മനസ്സിലാക്കിയിട്ടില്ലേ? ഇവിടെ കടന്നുപോയ മഖ്ദൂം പണ്ഡിതന്മാർ 5 നൂറ്റാണ്ട് കാലം ഈ ഉമ്മത്ത് മനസ്സിന്റെ ഖിബ്ല പോലെ മതകാര്യങ്ങളെ നോക്കിയത് പൊന്നാനിയിലേക്ക് നോക്കിയിട്ട. ആ മഹാരഥന്മാരാകുന്ന മഖ്ദൂം പണ്ഡിതന്മാരുടെ കാലഘട്ടത്തിൽ ഇവിടെ ഷഅർ മുബാറക്ക് എന്ന് പറയുന്ന ഒന്നിന് മഹത്വം ഇല്ലേ? ഈ മഹത്വങ്ങൾ എല്ലാവരും അംഗീകരിച്ചതാ. അതുകൊണ്ടാ ബഹുമാനപ്പെട്ട സുലൈമാൻ സഖാഫി ചില കാര്യങ്ങൾ അങ്ങനെ തന്നെ പറഞ്ഞത്. ഇവിടെ സുന്നത്ത് ജമാഅത്തിന്റെ ആളുകൾ മുഴുവനും ബഹുമാനപ്പെട്ട ഷഅർ മുബാറക്കിന് എതിരാണ് എന്ന് AP അബൂബക്കർ മൗലവിയും അദ്ദേഹത്തിന്റെ അനുയായികളും പച്ചക്കള്ളം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ലഅനഹുമുല്ലാഹ്. ആഖിറത്തിൽ നിങ്ങളെ വിടൂല. ഞങ്ങൾ ഷഅർ മുബാറക്കിനെതിരല്ല. മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഷഅർ മുബാറക്ക് ഏതെങ്കിലും ഒരു നല്ല മനുഷ്യന്റെ കയ്യിലുണ്ടെങ്കിൽ ആ മനുഷ്യന്റെ കയ്യിനെ തവസ്സുലാക്കി ദുആ ചെയ്യാൻ കടപ്പെട്ടവരാണ് സുന്നി പ്രവർത്തകന്മാർ എന്ന് ഈ സമയത്ത് ഞങ്ങൾ ഉറക്കെ പറയുകയാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സത്യം അംഗീകരിച്ച പാരമ്പര്യമുള്ളൂ. അതേ സമയത്ത് തിരുകേശ വിരോധികൾ, ഇതല്ലേ സിറാജ് പത്രം എഴുതുന്നത്? ഇതല്ലേ പേരോടിന്റെ നാക്കിലൂടെ വരുന്നത്? ഇതല്ലേ AP നാവിലൂടെ വരുന്നത്? ഈ കള്ളന്മാര് മുഴുവനും പറയുന്നത് തിരുകേശ വിരോധികൾ എന്ന് പറയുന്ന ആരെ പറ്റിയാ? കേരളത്തിലെ 10,000-ഓളം മദ്രസകൾക്ക് നേതൃത്വം നൽകുന്ന, സർവ്വ മഹല്ലത്തിലും അസ്ഹാബുൽ ബദറിന്റെ പേരിൽ നേർച്ച കഴിക്കുന്ന, റിഫായി ശൈഖ് തങ്ങളുടെ പേരിൽ റാത്തീബ് നടത്തുന്ന, ഓസുല്ലാമിന്റെ പേരിൽ ഖുതുബിയത്ത് നടത്തുന്ന സ്വാലിഹീങ്ങളെ ആദരിച്ച് അംഗീകരിച്ച് വരുന്ന ഈ സുന്നത്ത് ജമാഅത്തിന്റെ ആളുകൾ തിരുകേശ വിരോധികളാണ് എന്ന് നിങ്ങൾ പറഞ്ഞില്ലേ? AP വിഭാഗത്തിൽ ആണത്വമുള്ള ഉമ്മ പെറ്റവരുണ്ടെങ്കിൽ ഈ സ്റ്റേജിലേക്ക് ഞങ്ങൾ വെല്ലുവിളിക്കുകയാണ്. നിങ്ങൾക്ക് തെളിയിക്കാൻ തയ്യാറുണ്ടോ? സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകന്മാർ എവിടെയെങ്കിലും പരിശുദ്ധമായ ആസാർ നബി എതിർത്തത്? AP ഒരു മുടിയെ ഞങ്ങൾ എതിർക്കുന്നത് AP മുടിയെ മാത്രമല്ല, AP അടിയും പിഴച്ചതാണ് എന്ന് ഈ ഉമ്മത്തിന് നേരത്തെ ബോധ്യമായതാണ്. ആ മുടിക്ക് മാത്രമല്ല, അതിന്റെ അടിക്കും കുഴപ്പമുണ്ട്. അത് വേറെ കാര്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഷഅർ മുബാറക്ക്, ആ ഷഅർ മുബാറക്കിനെ ഞങ്ങൾ അംഗീകരിക്കുന്നുണ്ട്. ആ അംഗീകരിക്കുന്നത് കൊണ്ടാണ് ഞങ്ങൾക്ക് ഒരു ഷഅർ എവിടെയെങ്കിലും ഉണ്ട് എന്ന് പറയുമ്പോൾ അത് ആണോ എന്ന് ചോദിക്കാൻ താല്പര്യം വരുന്നത്. എന്നല്ലാതെ ഞങ്ങൾ ഈ ഷഅറിനെ എതിർക്കുന്നതിന്റെ പേരിലോ ആസാറുകളെ എതിർക്കുന്നതിന്റെ പേരിലോ അല്ല. അങ്ങനെയാണ് എന്ന് ആരും ധരിക്കണ്ട. അതുകൊണ്ട് ഇവിടെ വെച്ച് പറയട്ടെ, സാധുക്കളാകുന്ന ജനങ്ങൾക്ക് മുമ്പിൽ ചില ആളുകൾ മാത്രം ഇവിടെ തോന്നിവാസം പറഞ്ഞു നടക്കുമ്പോ വേറെ ചില ആളുകൾ മിണ്ടാതിരിക്കുന്നുണ്ട്.
അത് മുടിയെപ്പറ്റി പറയാൻ തടിയുള്ള ചില മനുഷ്യന്മാർക്ക് മടിയുണ്ട്, അത് ഞങ്ങൾക്ക് ബോധ്യമായിട്ടുണ്ട്. ആ ആളുകളോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, നിങ്ങളെ മൗനം ജഹന്നമിലേക്ക് ഒരു ഉമ്മത്തിനെ നയിക്കുന്ന മൗനമാണ്. നിങ്ങൾക്ക് നാളെ റബ്ബിന്റെ മേൽ മറുപടി പറയണം എന്നുണ്ടെങ്കിൽ ഇന്ന് നിങ്ങൾ നാവ് ചലിപ്പിക്കേണ്ടി വരും. നിങ്ങൾ സംഘടനാ നേതാവിനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി, അല്ലെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ഭൗതികമായ ആനുകൂല്യങ്ങൾ അതൊക്കെ നിങ്ങൾക്ക് നഷ്ടപ്പെടും എന്നൊക്കെ വിചാരിച്ച് നിങ്ങൾ ഒരു പക്ഷേ മിണ്ടാതിരിക്കുമോ? അവരെ ഉന്നതരാകുന്ന ചില ആളുകളൊക്കെ ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞു, ഞങ്ങൾ ആ മുടിയെപ്പറ്റി പറയാനുമില്ല, ആ മുടിയുടെ സനത് പരിശോധിക്കാനുമില്ല, ആ മുടിയിട്ട വെള്ളം കൊടുക്കാനുമില്ല, നമ്മൾ ഈ പോകുന്ന പോക്ക് പോവുക എന്ന് പറഞ്ഞിട്ട് അവർ മിണ്ടാതിരിക്കുന്നുണ്ട്. അതേ സമയത്ത് ഒരു പിളർപ്പ് എന്ന രൂപത്തിൽ അവരെ കൂട്ടത്തിൽ പ്രകടമാകാത്തത് കൊണ്ട് സാധാരണ ജനങ്ങളൊക്കെ തെറ്റിദ്ധരിക്കും. ആ തെറ്റിദ്ധാരണ ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് പറയുന്നത്. AP അബൂബക്കർ മൗലവിയും അദ്ദേഹത്തിന്റെ മകനും കൈകാര്യം ചെയ്യുന്ന ഒരു ബിസിനസ്സിലേക്ക് ആളെ ആകർഷിക്കാൻ വേണ്ടി ഇവിടെ കൊണ്ടുവന്ന ഒരു മുടി, ആ മുടി നബി തങ്ങളെ മുടിയാണോ അല്ലേ എന്ന് പറയാൻ AP വിഭാഗത്തിന്റെ സർവ്വ നേതാക്കൾക്കും ബാധ്യതയുണ്ട്. അത് പറയണം എന്നാ ഞങ്ങൾ കഴിഞ്ഞ സമ്മേളനത്തിൽ പറഞ്ഞത്. ആവർത്തിക്കുകയാണ്, അത് നിങ്ങൾ പറയാത്ത കാലഘട്ടത്തിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വിശ്രമമില്ല. നിങ്ങളെ ചില നേതാക്കൾ കുട്ടികളോട് പറഞ്ഞു, SKയുടെ പ്രവർത്തകന്മാരൊക്കെ ഇപ്പൊ ഷഅബാനാണല്ലോ, അത് റമദാനാകുമ്പോഴേക്ക് നിർത്തുമെന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ സമാധാനമടയുന്നുണ്ട്. റമദാനായതിനു ശേഷമാണ് അസ്ഹാബുൽ ബദർ ഈ ലോകത്തെ ചരിത്രം എഴുതിയതെങ്കിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം യുദ്ധത്തിന് പറ്റിയ, ജിഹാദിന് പറ്റിയ, ധർമ്മ സമരത്തിന് പറ്റിയ, സത്യം തുറന്നു കാണിക്കാൻ പറ്റിയ ഏറ്റവും വിശുദ്ധമായ സമയമായി റമദാൻ ശരീഫിനെ ഞങ്ങൾ മനസ്സിലാക്കുകയാണ്. റമദാൻ വരുന്നു എന്ന് വിചാരിച്ചിട്ട് പിശാച് ഓടി ഒളിക്കുകയും വേണ്ട, പിശാചിന്റെ ആളുകൾ സമാധാനിക്കുകയും വേണ്ട എന്ന് സാന്ദർഭികമായി ഉണർത്തുകയാണ്. ഇൻഷാ അല്ലാഹ് തൽക്കാലം അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. അഭിവന്യരായ ഉലമാക്കളെ, പ്രിയപ്പെട്ട എൻ്റെ സഹോദരന്മാരെ, വൈകിയ ഈ സന്ദർഭത്തിൽ ഇനിയൊരു പ്രഭാഷണം ഇവിടെ ആവശ്യമില്ല. കൂടുതലായി ഞാനൊന്നും പറയുന്നില്ല. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരും അയാൾ കൊണ്ടുവന്ന മുടിയും ഒന്നുമല്ലാത്ത ഒരവസ്ഥയിലാണ്. എന്തെങ്കിലുമൊക്കെ പറയാ എന്നല്ലാതെ എന്താ പറയേണ്ടത് എന്ന് പോലും അറിയാത്തൊരു സാഹചര്യമാണ്. സാധാ നമ്മുടെ നാട്ടിലൊക്കെ ചില പിന്നോക്ക വിഭാഗം ആളുകൾ താമസിക്കാറുണ്ട്. അവരിങ്ങനെ മദ്യപിച്ചും മറ്റും മാന്യന്മാരെ തെറി പറയും എന്നതുകൊണ്ട് അവർ വല്ല തേങ്ങയൊക്കെ പൊറുക്കിക്കൊണ്ടായാൽ നമ്മളൊന്നും പറയാറില്ല. കാരണം അവന്റെ തെറി കേൾക്കാനാവില്ല എന്ന് കരുതി, അല്ലേ? അങ്ങനെ ഉണ്ടാവാറില്ലേ? ആര് കള്ളുടിയനോ അവന് ചീത്തക്കാനാവില്ല, അവൻ ഇലച്ചത്തേക്കോട്ടെ എന്ന് പറയും. ഇതുപോലൊരു ആനുകൂല്യെങ്കിലും കിട്ടുമോ എന്നാണ് ഇപ്പൊ നൗഷാദ് ഹസനി നോക്കുന്നത്. കിട്ടൂല. എന്ത് ചീത്ത പറഞ്ഞാലും ഞങ്ങൾ വിടൂല. ഇപ്പൊ എന്താ പരിപാടി അറിയോ? ഞാൻ പറഞ്ഞില്ലേ, ചീത്ത പറയുന്നേ ഇല്ലാത്തതൊക്കെ പറയാ, തെറി പറയാ, ആക്ഷേപിക്കുക, പരമാവധി ഒരു മനുഷ്യനെ വഷളാക്കാൻ വേണ്ടി ശ്രമിക്കാം. എന്നാ നിർത്തല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. ഇന്നലത്തെ മഴയിൽ ഇന്നൊരു തവര മുളച്ചതുപോലെ ഒരു അഹസനി മുളച്ചു എന്നത് ഞങ്ങൾക്ക് ഒന്നുമല്ല. അയാൾ മനസ്സിലാക്കിയത് എന്താണാവോ? വാദപ്രതിവാദത്തിനുണ്ടോ ഉണ്ടോ ഉണ്ടോ, വാദപ്രതിവാദത്തിനുണ്ടോ ഉണ്ടോ, ഉണ്ട് കാരണം പിന്നെയും ഉണ്ടോ ഉണ്ടോ, ഞങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞ അള്ളോ പഠിച്ചോനെ നിങ്ങൾ ഉണ്ട്.